ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. മഹാദേവവർമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ എല്ലാവരും കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ വേണുവേട്ടൻ പറയുന്നു, ഓർമ്മകളിങ്ങനെ ഓരോന്നായിട്ട് തികട്ടി വരുവാണല്ലോ പ്രതാപൻ സാറേ. അത് കേട്ടിട്ട് പ്രതാപവർമ്മ പറയുക, ഈ പ്രതാപവർമ്മയായതും രാഷ്ട്രീയക്കാരനായതും മന്ത്രിയായതും ഇന്നീ കാണുന്ന ഞാനായതും എല്ലാം ഇവിടെ നല്ലേ വേണുവേട്ടാ. അംബിക ഇങ്ങനെ വലിയ ദേഷ്യത്തിലും ഗൗരവത്തിലും ഒരു വല്ലാത്ത ഭാവത്തിൽ തന്നെ മഹാദേവവർമ്മയുടെ ഫോട്ടോയിൽ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുക. അവിടുത്തെ കാര്യസ്ഥൻ ഹൃതിയോട് പറയുന്നു, മോളിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കുറച്ച് പുഷ്പം കൊടുത്തിട്ട് പറയുന്നു, എല്ലാ ക്ഷേത്രങ്ങളിലും പോയി വഴിപാടുകളെല്ലാം നടത്തിയിട്ടുണ്ട്. യശസ്വരീനായതുകൊണ്ട് ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മോള് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഹൃതികയോട്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് രാധമ്മ അകത്തളത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി ഓടി വന്നിട്ട് പറയുന്നു, രാധേ, ഈ വർമ്മസാറും അവരുടെ അച്ഛനുമൊക്കെ ഈ സ്ഥലക്കാരായിരുന്നല്ലേ? അവരിവിടുത്തുകാരല്ല, പക്ഷേ ഇവിടെ ആയിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. ആ വലിയ മനുഷ്യനാ ഇവരെയൊക്കെ വളർത്തിയത്. അമ്മണി പറയുക, ഈ വേണുവച്ചൻ എത്ര സത്യസന്ധനാ, ഇപ്പോഴും വാടക വീട്ടിലാണ് കിടക്കുന്നത്. കള്ളത്തരമല്ലൊക്കെ അറിയാമായിരുന്നെങ്കിൽ എത്ര വീടുകൾ അടിച്ചെടുക്കാമായിരുന്നു. നായി കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കിയ രാധമ്മ കൊച്ചമ്മണി ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടങ്ങ് പോവുകയാണ്. അംബികയ്ക്കൊരു പേടിയുണ്ട്, എന്നിട്ടും ധൈര്യമൊക്കെ സംഭരിച്ച് അവൾ ആ മുറിയിലിങ്ങനെ ഓരോന്നും നോക്കുവാണ്. പെട്ടെന്നൊരു ശബ്ദം. എന്ത് ധൈര്യത്തിലാണ് നീ സൂര്യമംഗലത്തോട്ട് കയറി വന്നത്? അത് മഹാദേവവർമ്മയുടെ ശബ്ദമായിരുന്നു. അംബിക ആ ശബ്ദം കേട്ട് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ദാ മുന്നിൽ നിൽക്കുന്ന മഹാദേവവർമ്മ. പെട്ടെന്ന് ആ രൂപം അങ്ങ് മറഞ്ഞു പോവുകയാണ്. അംബിക ഭയന്ന് വിറച്ച് അവിടെ എല്ലാം നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഹാദേവവർമ്മയെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അടുത്തൊന്നും ആരും ഒട്ടില്ലതാനും. അംബിക പേടിച്ച് വിറച്ച് നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് ആ പഴയ കാര്യങ്ങൾ ഓർക്കുവാണ്. അധികാരമാണ് എനിക്കും വേണ്ടത്, എല്ലാത്തിനെയും ഭരിക്കാനുള്ള അധികാരം. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകാനുമായിരുന്നു എൻ്റെ മോഹം. ആ അവസരം ആ മഹാദേവവർമ്മ എനിക്ക് തന്നില്ല. പകരം അതല്ല അയാൾ പ്രതാപന് കൊടുത്ത് ഞാനിതിന് പകരം വീട്ടും. പ്രതാപൻ്റെ ജീവിതം ഞാൻ തകർക്കും. എന്നിട്ട് അംബിക അകത്തു പോയി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് അവളെ ഒളിച്ചു നിൽക്കുവാണ്. മഹാദേവവർമ്മ എത്തി നോക്കിയിട്ട് ചോദിക്കുന്നു, ആരാ അവിടെ നിൽക്കുന്നത്, കയറി വരൂ എന്ന് പറയുമ്പോൾ അംബിക കയറി ചെന്നിട്ട്, ഞാനാ സാറേ അംബിക. ആ അംബികയോ, കയ്യിലെന്താ? ഇത് ജ്യൂസാ സാറേ, എന്നാലിങ്ങി തന്നോളൂ എന്നും പറഞ്ഞ് പാവം മഹാദേവവർമ്മ ആ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുവാണ്. അദ്ദേഹം ആ ജ്യൂസ് കുടിക്കുന്നത് അംബിക ഇങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടലോടെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. പകുതി ജ്യൂസ് കുടിച്ചപ്പോഴേ അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ആ ജ്യൂസ് അംബികയുടെ കയ്യിലും കൊടുക്കുവാണ്. പെട്ടെന്ന് അംബിക അവിടെ അടവുകൾ എടുക്കാൻ തുടങ്ങി. സാറേ, എനിക്ക് ചില പരിഭവങ്ങളും പരാതിയൊക്കെ പറയാനുണ്ട് സാറേ. പാവം ഈ കൊടിയ വഞ്ചകിയുടെ ക്രൂരത അറിയാതെ മഹാദേവവർമ്മ പറയുന്നു, എൻ്റെ ആത്മസുഹൃത്തിൻ്റെ മകളാണ് അംബിക, അതിലുപരി എൻ്റെ മാനസപുത്രൻ്റെ പെങ്ങളുമാണ്. ഇനി എന്താണ് അംബികയുടെ പരാതി? പാവം ഒന്നും അറിയാതെ ചിരിച്ചോണ്ടാണ് ചോദിക്കുന്നത്. ആ വഞ്ചകി പറയുന്നുണ്ട്, സാർ എൻ്റെ മനസ്സറിയാതെ പോയി, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സാറൊട്ട് തിരക്കിയതുമില്ല. അംബിക, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അംബിക. സാറിനെ പലതും മനസ്സിലാവില്ല. അത് തന്നെയാ എൻ്റെ പരാതിയും. എൻ്റെ ആഗ്രഹം ഒരു രാഷ്ട്രീയക്കാരി ആകണമെന്നായിരുന്നു. അതാണോ അംബികയെ പരാതിയും പരിഭവവും? അതിനുള്ള കഴിവും ത്യാഗസന്നദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അംബികയ്ക്കും ആകാമല്ലോ. അതിനെ മഹാദേവവർമ്മയുടെ പിൻഗാമിയാകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ പിൻഗാമിയോ? എന്താ അംബിക നീ പറയുന്നത്? ഈ നിയോജക മണ്ഡലത്തിൽ എനിക്ക് സീറ്റ് തന്ന് സാറ് മത്സരിപ്പിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ ജയിച്ചാൽ അങ്ങനെ മന്ത്രിയാകുമല്ലോ. എൻ്റെ ആ ആഗ്രഹമാണ് താങ്കൾ തല്ലിക്കെടുത്തിയത്. അംബികയുടെ ഭാവവും പടുതിയൊക്കെ അങ്ങ് മാറി. എന്നിട്ടവൾ ദേഷ്യത്തോടെ പറയുക, പകരം പ്രതാപനെല്ലാം അങ്ങ് കൊടുത്തു. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടിട്ട് മഹാദേവവർമ്മ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, എടി നീ എന്താ പാടി പറഞ്ഞത്? നിനക്ക് MLAയും മന്ത്രിയൊക്കെ ആകണമെന്ന്. പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത, മറ്റുള്ളവരോട് ഒരു കരുണ പോലും കാണിക്കാത്ത നിനക്ക് നാട് ഭരിക്കണം അല്ലേടി? പ്രതാപൻ്റെ പെങ്ങളായതുകൊണ്ടും എൻ്റെ സുഹൃത്തിൻ്റെ മകളായതുകൊണ്ടും ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ അംബിക ഒരു ഭദ്രകാളിയെപ്പോലെ അവിടെ കയ്യിലിരുന്ന ജ്യൂസും ഗ്ലാസും അങ്ങോട്ട് വലിച്ചെറിയുവാണ്. നീ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നോടാ? നിന്നെ കൊന്നിട്ട് ഈ അംബിക ഈ മുറിക്കകത്തുനിന്ന് പോകത്തുള്ളു. നന്ദി കെട്ടവളെ എന്നും പറഞ്ഞ് മഹാദേവവർമ്മ അവളെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നുവാണ്.
ആ ജ്യൂസിൽ അവൾ വിഷം കലർത്തിയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. വിഷം അകത്തി എന്ന് എൻ്റെ മരണവപ്രാളം കാണിക്കുന്ന മഹാദേവവർമ്മയോട് അംബിക ചോദിക്കുന്നു, എന്താടാ മഹാദേവ, നിന്റെ കൈ അനങ്ങുന്നില്ലയോ? ഇനി നിന്റെ നാക്കും ചലിക്കില്ല, ഇനി നിന്റെ സപ്ത നാഡികളും കുറച്ച് നേരത്തേക്ക് ചലിക്കത്തില്ലടാ. നിന്നെ കൊല്ലുവെന്ന് പറഞ്ഞാൽ ഈ അംബികവർമ്മ നിന്നെ കൊല്ലുവടാ, നിന്നെ കൊല്ലുവടാ ഞാൻ എന്നും പറഞ്ഞ് അംബിക അവളുടെ 2 കൈകൊണ്ട് മഹാദേവവർമ്മയുടെ കഴുത്ത് കുത്തിപ്പിടിച്ച് ഞെരിച്ച് കൊല്ലുവാണ്. അംബിക അവിടെ നിന്ന് ഇതെല്ലാം പഴയ കാര്യങ്ങൾ ഓർക്കുവാണ്. എന്നിട്ട് അംബിക ഇപ്പം പറയുക, ജീവിച്ചിരുന്നപ്പോൾ ഇയാൾക്കൊരു ചെറു വിരൽ പോലും എൻ്റെ നേരെ അനക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടപ്പാക്കും, എൻ്റെ ഈ ആഗ്രഹവും ഞാൻ നടപ്പാക്കും എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് രാധമ്മ അങ്ങോട്ട് ചെല്ലുന്നത്. എന്താ മേഡം എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ അംബിക ഒന്ന് ഞെട്ടിയിട്ട് ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് എളുപ്പം അവിടെ നടന്നു പോകുക. ബന്ധുമിത്രാദികളും നാട്ടുകാരും എല്ലാം പങ്കെടുത്തിരിക്കുവാണ് ആ ചടങ്ങിന്. അപ്പോൾ കാര്യസ്ഥൻ പറയുന്നു, മഹാദേവവർമ്മ സാറിൻ്റെ ചെറിയൊരു അനുസ്മരണം, അത് കഴിഞ്ഞിട്ട് അന്നദാനം. അങ്ങനെ പ്രതാപവർമ്മ സംസാരിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മഹാനായ മഹാദേവവർമ്മ സാറിനെ കുറിച്ച് ഓർക്കാനാണ്. സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആകുമായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ഗുരു മാത്രമല്ല, എൻ്റെ എല്ലാമെല്ലാമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീമതി സരസ്വതി വർമ്മ ഇന്നെൻ്റെ മകളുടെ അമ്മമ്മയാണ്. എൻ്റെ അമ്മയായും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. മഹാദേവവർമ്മ സാറിൻ്റെ ജീവനുള്ള ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സംസാരം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി നമുക്കെല്ലാവർക്കും അന്നദാനത്തിലോട്ട് കടക്കാം. ജയൻ അവിടെ നിന്നെല്ലാം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്മണി അങ്ങോട്ട് ചെന്നിട്ട്, എടാ ജയ, ഇവിടെ അടുത്തെല്ലാം കാടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുക, കൊടുങ്കാടാണ്, എന്താ വനവാസത്തിന് പോണോ? അയ്യോ, ഇതിനകത്തൊക്കെ മാനും മ്ലാവും കാട്ടുപന്നിയൊക്കെ കാണത്തില്ലയോ? അയ്യോ എൻ്റെ മരുമോൻ്റെ അമ്മേ, അത് മാത്രമല്ല, കാട്ടുപോത്ത്, കരടി, സിംഹം, പുലി, ആന, പിന്നെ പോരാത്തതിന് നിങ്ങളുടെ രൂപത്തിലുള്ള കാട്ടുകുരങ്ങുകൾ വരെ ഉണ്ട്. അയ്യോ, എനിക്കൊരു 2 കിലോ കാട്ടുപോത്തിൻ്റെ ഇറച്ചി കിട്ടി എന്നെ കൊണ്ടുപോകാമായിരുന്നു. അതിനെന്താ, ദാണ്ട് അപ്പുറത്തെ ഫോറസ്റ്റുകാരൻ ഇപ്പോൾ ഉണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്ന് പറയട്ടെ? ചെന്ന് പറഞ്ഞോ, അപ്പോൾ തന്നെ അവർ നിങ്ങളെയും കൊണ്ടുപോയിക്കോളും. ഈ സമയം രാധമ്മ അവിടെയുള്ള പരിചാരകരോടൊക്കെ സംസാരിക്കുവാണ്. അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് കിടപ്പാടവോ ഒന്നുമില്ലായിരുന്നു. ഒരിക്കൽ ഈ വർമ്മ സാറിന് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ കൊടുത്ത്, എന്തിനു പറയുന്നു, നല്ല ഒരു വാർത്ത വീട് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു. വേണുവേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു മഹാദേവവർമ്മ സാറിന് എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ അനുജനായ ശേഖരനോട് പറയുക. അയ്യോ, എന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് എല്ലാവരെയും ഇഷ്ടമായിരുന്നു എന്ന് വേണുവേട്ടനും പറയുന്നു. ശേഖരൻ ചോദിക്കുന്നത്, ഇതല്ലേ അവരുടെ ഒറിജിനൽ കൊട്ടാരം? അയ്യോ, അത് ഇതല്ല, അതങ്ങ് കൊച്ചിയില്ല. സാറിന് വനഭംഗി വലിയ ഇഷ്ടമായിരുന്നു, അതിനുവേണ്ടി തിരഞ്ഞെടുത്തതായത്. പിന്നെ പതുക്കെ പതുക്കെ അവരിൽ ഒരാളായി മാറുകയും അങ്ങനെ നാട്ടുകാരുടെ നേതാവുകയും ചെയ്തു. ശേഖരനൊരു സംശയം ചേട്ടനോട് ചോദിക്കുന്നു, ചേട്ടാ, സംശയം കൊണ്ട് ചോദിക്കുക, നമ്മളും മഹാദേവവർമ്മ സാറും കൂടെ എന്തെങ്കിലും രക്തബന്ധം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒന്നുമില്ല, അച്ഛൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, അത്രയേ ഉള്ളൂ. അമ്മ മരിച്ചു, നമ്മളുടെ കുടുംബം നശിച്ചപ്പോൾ നമുക്ക് തണലായതേ മഹാദേവവർമ്മ സാറാ. രാധമ്മയ്ക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം. കൊച്ചമ്മണി പറയാ, അത് കൊള്ളാം, പോകാനോ? ഈ കാടും മേടും ഒക്കെ നമുക്കൊന്ന് കാണണ്ടേ? ആ കാട്ടിനകത്തൊക്കെ ഗുഹയുണ്ട് രാധമ്മേ, നമുക്ക് ആ ഗുഹയ്ക്കകത്തൊക്കെ 2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. വേണുവേട്ടൻ പറയാം, അതിനകത്ത് തന്നെ താമസിക്കണം, കരടിയും കടുവയും അങ്ങ് എടുത്തോളും. അപ്പോൾ സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ തൊഴുതുകൊണ്ട് പറയുന്നു, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം? എവിടെ പോന്ന്? ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികൾ ഞാൻ പറയാതെ ഇവിടുന്ന് പോകരുത്. രാധമ്മ പറയുന്നു, അല്ല മാഡം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ലില്ല, ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അങ്ങനെ സരസ്വതി അമ്മ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഇതിനകത്തിപ്പം നമ്മൾ കുടുംബാംഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെയൊരു കുടുംബം എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാന്. അതായത് സൂര്യമംഗലം കോവിലകത്തെ സ്വത്തുക്കളെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. സ്വത്തെന്ന് കേട്ടപ്പോൾ കൊച്ചമ്മയുടെ കണ്ണ് തെള്ളി. അതിനേക്കാൾ ക്രൂരമായിട്ട് നമ്മുടെ അംബികയുടെയും കണ്ണ് തെള്ളി. ദൈവമേ, സ്വത്തെല്ലാം കൈവിട്ട് പോവുകയാണോ? ഇവിടെ മാത്രമല്ല എൻ്റെ കോവിലകത്തെ സ്വത്തുള്ളത്, അങ്ങ് കൊച്ചി മുതൽ അങ്ങ് പരന്ന് കിടക്കുക. എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ എൻ്റെ പേരിൽ മാത്രമാണ്, വളരെ കുറച്ച് മാത്രം എൻ്റെ മകളുടെ പേരിലും. ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ മരുമകനായ പ്രതാപൻ്റെ പേരിലേക്ക് ഞാൻ കൈമാറാൻ പോവുകയാണ്. അത് കേട്ടതും ആ അംബിക ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. അവൾ തൻ്റെ തല ചുറ്റി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഉടനെ പ്രതാപം പറയുന്നു, അയ്യോ, അത് വേണ്ടമ്മേ, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആവശ്യത്തിലധികം സ്വത്തുക്കൾ ഈ കോവിലകത്തുനിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അമ്മ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഈ സ്വത്തുക്കളെല്ലാം
അമ്മയുടെ മരുമകനായി എനിക്ക് തരുന്നതിന് പകരം എൻ്റെ മരുമകനായ രാജുവിൻ്റെ പേരിൽ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എല്ലാവരും അത് കേട്ടങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ദൈവമേ, സന്തോഷ വാർത്ത. പക്ഷെ അംബിക സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവൾ വീണ്ടും ജ്യൂസിൽ വിഷം കലർത്തി രാജുവിന് കൊടുക്കുവോ അതോ കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കുവോ എന്നൊന്നും അറിയില്ല. സരസ്വതി അമ്മ പറയുന്നത്, പ്രതാപ, ഞാനത് പ്രതാപന് തന്നാലും ഭാവിയിലത് മകനും മരുമകൾക്കും തന്നെ കൊടുക്കുമല്ലോ. അയ്യോ, അത് കേട്ടിട്ട് അംബികയാനെ പല്ല് ഞാവറി കടിച്ച് പൊട്ടിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ വേണുവേട്ടൻ്റെ മകനാണല്ലോ രാജു. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ, ഒരു ആഗ്രഹവും ഇല്ല, ദുരാഗ്രഹവും ഇല്ല, ഒന്നുമില്ല. പെട്ടെന്ന് രാജു പറയാം, അയ്യോ എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, ഞാനതിന് അർഹനുമല്ല. വർമ്മസാറ് പറയുന്നത്, രാജു നിനക്കും ഋതിക മോൾക്കും തന്നെയാണ് ആ സ്വത്തുക്കളെല്ലാം. അയ്യോ എൻ്റെ പൊന്ന വർമ്മസാറെ, ഈ സ്വത്തുക്കളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ തലവേദനയാണ്. അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട. പ്രിയക്കും ജയനും ദേഷ്യം വരുന്നുണ്ട്. രാജു തർക്കിക്കൊന്നും വേണ്ട. എന്ത് വേണം എങ്ങനെ വേണമെന്നൊക്കെ അമ്മയ്ക്കറിയാം. അമ്മ വേണ്ടതുപോലെ ചെയ്തോളൂ എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ എന്ന് സരസ്വതി അമ്മയും പറഞ്ഞ് സമ്മതിക്കുവാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുവാണ്, ഇന്ന് ഇവിടുന്ന് ആരും അവരവരുടെ വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുവാണ്. എന്നിട്ട് കാര്യസ്ഥനോട് പറയുന്നത്, എല്ലാവർക്കും ഓരോരുത്തരുടെ റൂമുകൾ കാണിച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് വീണ്ടും എല്ലാവർക്കും കൂടെ കൂടാം. അംബികയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. അംബിക നിൽക്കുന്ന കണ്ടിട്ട് അവൾ ഇപ്പം തന്നെ ജ്യൂസ് കലക്കുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കഷായത്തിൽ വിഷം കലർത്തി സരസ്വതി അമ്മയ്ക്കോ പ്രതാപനോ രാജുവിനോ തീർച്ചയായിട്ടും കൊടുക്കും. ജയൻ അങ്ങോട്ട് മാറി ആ സ്വത്തുക്കളെല്ലാം കാണുവാണ്. നമ്മുടെ കൊച്ചമ്മണി അടുത്തോട്ട് ചെന്നിട്ട് ജയനോട് പറയുന്നത്, ഇങ്ങോട്ട് പാടാ, നീ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ച നിന്റെ അന്ത്യകുദാശയും ശവസംസ്കാരം ഇപ്പം തന്നെ ഞാൻ നടത്തുവടാ. വേണ്ട തള്ളേ, കളിക്കാതെ കാര്യം എന്താന്ന് പറ. നിനക്ക് കാര്യം എന്താണെന്ന് അറിയത്തില്ലേടാ. നിങ്ങൾ ഉരുണ്ടുരുണ്ട് കളിക്കാതെ കാര്യം എന്താണെന്ന് പറതള്ളേ. എടാ, ഞാൻ ആ ലാപ്ടോപ്പ് മാനേജറെ വിളിച്ചു. ജയനങ്ങ് ഞെട്ടിപ്പോയി. തള്ളേ, നിങ്ങൾ വിളിച്ചോ? എന്തിന്? ഞാൻ ചുമ്മാതെ വിളിച്ചതാടാ, വെറും ഒരു തമാശയ്ക്ക് വിളിച്ചതാ കേട്ടോ മോനെ. അപ്പോഴവരെന്നോട് പറഞ്ഞ്, ഈ ആര്യാദേവി അറിയാതെ എൻ്റെ പൊന്നുമോനെ കമ്മീഷനായിട്ട് അവരൊരു 10 ലക്ഷം രൂപ തന്നെന്ന്. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ആഹാ, എനിക്ക് ആവശ്യമുള്ള പണി മാത്രമാടാ ഞാൻ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ എങ്ങനെ അവരെ വിളിച്ച്? നിങ്ങൾക്ക് എങ്ങനെ അവരുടെ നമ്പർ കിട്ടി? അത് എന്നോടാണോടാ ചോദിക്കുന്നത്? ഞാൻ അന്നേ അവരുടെ വിസിറ്റിംഗ് കാർഡ് അടിച്ചു മാറ്റിയടാ. കാരണം എൻ്റെ പൊന്നുമോനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ജയൻ്റെ കൊങ്ങായി കയറി പിടിച്ചിട്ട് കൊച്ചമണി, താടാ എൻ്റെ കാശ് താടാ, വിടുതള്ളേ, കാശ് വീട്ടിൽ വെച്ചിരിക്കുക. അങ്ങനെ ഒന്നും പറയണ്ട, എനിക്ക് ഇപ്പം കിട്ടണം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വർമ്മ സാറിനോട് എല്ലാം പറയും. നീ പോലീസ് ജീപ്പിൽ കയറി പോകുന്നതും ഞാൻ കാണിച്ചു തരാം. അമ്മ ആവശ്യമില്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ലേ. സത്യമായിട്ടും കാശ് വീട്ടിലാണ് ഇരിക്കുന്നത്. അവിടെ ചെന്നാലുടനെ അമ്മയ്ക്ക് ഞാൻ എടുത്തു തരാം. ചെന്നാലുടനെ നീ എടുത്ത് തന്നോണം. അല്ലെങ്കിൽ നിൻ്റെ തന്തയെ ഞാൻ കുറെ തുള്ളിച്ചതാ ഓട്ടം തുള്ളലുകാരനെ, അതിനപ്പുറം ഞാൻ നിന്നെ തുള്ളിപ്പിക്കും. നായെ കുളിപ്പിച്ച് നടുവീട്ടിലിരുത്തിയാലും അത് പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ രാധമ്മയ്ക്ക് അവിടെ നിന്നിട്ട് ഒരു സ്വസ്ഥതയില്ല, ഒരു സന്തോഷമില്ല. രാധമ്മയ്ക്ക് എന്തൊക്കെയോ വലിയ കുറ്റബോധം. അവൾക്ക് ഇപ്പോഴും രമ്യ തന്നെ വേണം മരുമകളായിട്ട്. രാധമ്മയ്ക്ക് ഉടനെ വീട്ടിൽ പോകണം. വേണുവേട്ടൻ പറയാം, അയ്യോ അത് പറ്റില്ല, സരസ്വതി അമ്മ പറഞ്ഞതല്ലേ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എനിക്ക് കോവിലവും കൊമ്പത്തെ കൊട്ടാരവും ഒന്നും പിടിക്കില്ല. രാധമ്മ, നീ അങ്ങനൊന്നും പറയരുത്. ഇത് നിന്റെ മകൻ്റെ ഭാര്യയുടെ കോവിലകമാണ്. എന്നാലേ ആ മരുമകളെ ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ ഈ കോവിലകം ഞാൻ അംഗീകരിക്കാൻ. ഇവൾ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല. പാവം വേണുവേട്ടൻ ഇങ്ങനെ സങ്കടത്തോടെ രാധമ്മയെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാധമ്മയുടെ അഹങ്കാരത്തിനും അംബികയുടെ അഹങ്കാരത്തിനും ഇന്ന് തക്കതായ കൂലി അവിടെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരാനിരിക്കുന്ന നല്ല റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.